ഷേഖ് സാർ, നിങ്ങൾക്ക് ഖജാന കിട്ടോ? ഒരു ദിവസം നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഖജാനയുടെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഖജനാവ്. അയ്യോ, ഡയറക്റ്റായിട്ട് ഈ ഷേഖിന്റെ മാളികയിലേക്ക് പോവാമായിരുന്നു. അല്ലെങ്കിൽ ഈ പ്ലാൻ നമുക്ക് ഇത്ര പെയിൻഫുൾ ആയി മാറില്ലായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇനി എത്ര നേരമായി ഒട്ടകത്തിന്റെ പുറത്തിരിക്കേണ്ടത്? അതെ ഹണി, ഒരുപക്ഷെ നമ്മൾ പിരമിഡ് എത്തുന്നതിന് മുമ്പ് തന്നെ മയങ്ങി വീഴുന്ന തോന്നുന്നത്. അങ്ങനെ പറയില്ല ഹനി, പിരമിഡ് അടുത്താ ഉള്ളത്. നമ്മൾ വന്ന് എത്തിക്കഴിഞ്ഞു. ഇത് ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നാണ്. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. വരൂ നമുക്ക് പോയി കാണാം. അയ്യോ, ഒട്ടകത്തിന്റെ പുറത്തിരുന്നതും മനുഷ്യനാകെ അങ്ങ് ക്ഷീണിച്ചു പോയി. വരൂ, അകത്ത് പോകാം. ഇത്ര ശാന്തമായിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നമുക്ക് ഈ പിരമിഡിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെയൊന്നും പറയില്ല ബണി. ചിലപ്പോ നമ്മുടെ വാക്ക് തന്നെ ഫലിക്കും. ആ, സാധനങ്ങളൊക്കെ വളരെ പഴയതാണല്ലോ. എന്താ പുതിയത് വാങ്ങി വെക്കാത്തെ? ഇത് മമ്മിയുടെ ഐഡന്റിറ്റി. ആരുടെ മമ്മിയുടെ? അതെ, ഈ മമ്മി അല്ല, ഈ മമ്മി ഈ പിരമിഡിലുള്ളത്. ഇത് 1000 വർഷങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. എനി ഡൗട്ട്? 1000 വർഷമോ? അവർക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ബോറടിക്കില്ലേ? അത് ശരിയാ, ബോറടിക്കുമ്പോഴേ അതാ പെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചുറ്റും കറങ്ങും. പിന്നെ ഏതെങ്കിലും പൂച്ചനെ കണ്ടാലേ ഓടിച്ചിട്ട് കടിക്കും. ഹൈ, രക്ഷിക്കണേ. നമ്മളിവിടെ വരാനേ പാടില്ലായിരുന്നു. നമ്മൾ ഇത്ര നേരം വന്നില്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കുകയാണെങ്കിലോ? അങ്ങനെയൊന്നും പറയല്ലേ. ഒരു പക്ഷേ നീ പറഞ്ഞത് സത്യമായി മാറിയെങ്കിലോ? നീ പറഞ്ഞത് ഫലിച്ചു. ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നേ? ഇത് നമ്മൾ ആരോ പ്രാങ്ക് ചെയ്യുന്നതാ. വിശ്വാസം വന്നോ? ഒറിജിനൽ തന്നെ. ഒറിജിനൽ മമ്മി എതിരെ വന്ന ഒരു വഴിയേ ബാക്കി ഉണ്ടാവുള്ളൂ. ഏത് വഴി കണ്ണിന് മുമ്പേ വരുന്നോ ആ വഴിക്ക് ഓടിക്കൊള്ളണം. എനി ഡൗട്ട്? എന്നെ വിട്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതെ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തായേനെ? മതി, ഇതിനെ കൂടുതൽ നമുക്ക് ഇനി ആ പിരമിഡ് കാണണ്ട. നമുക്ക് പോവാം. നമുക്ക് ഡിന്നർ കഴിക്കാൻ ഷേഖിന്റെ കൊട്ടാരത്തിലേക്ക് പോണം. ഹബീബി, ഇത് ഞങ്ങളുടെ പാരമ്പര്യ മ്യൂസിയമാണ്. എണ്ണ വിറ്റ്. നിങ്ങൾ എണ്ണ വിറ്റിട്ടാണോ ഈ മ്യൂസിയം ഉണ്ടാക്കിയത്? ഇല്ല, ഞാൻ ഈത്തപ്പഴം വിൽക്കും. എണ്ണ വിറ്റ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കാശുകാരനായത്. എണ്ണ പോരാഞ്ഞിട്ട് ഈത്തപ്പഴം വരെ വിൽക്കുന്നു. ഓ, അതയാളുടെ വായിൽ വരുന്ന വാക്കാണ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഹബീബി, ഇതെന്റെ അമ്മയാണ്. ഹൈ, മമ്മിയോ? അതെ, മമ്മി അല്ല, അമ്മ. ഇദ്ദേഹത്തിന്റെ അമ്മ. എനി ഡൗട്ട്? അതെ, എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അമ്മ എന്നോട് ഖജനാവിന്റെ അഡ്രസ് പറയാതെ പോയി. അതെ, ഞങ്ങളെ പാരമ്പര്യ ഖജനാവ്. ഞാൻ സുൽത്താനാണ്. എന്റെ അച്ഛനും സുൽത്താനാണ്. ഒരു തവണ ഒട്ടകത്തിലിരുന്ന് മരുഭൂമിയിലേക്ക് പോയി. അതിനുശേഷം ഒട്ടകം മാത്രമേ തിരിച്ചു വന്നോളൂ. പിന്നെ അച്ഛനെ അവിടെ തന്നെ കാണാതായി. ആ വിഷമത്തിൽ അമ്മയും ഈ ലോകത്തുനിന്ന് പോയി. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിളിച്ചത്.
പ്ലീസ് ഒന്ന് ഖജനാവ് അന്വേഷിച്ചു തരൂ. ഷേഖ് സാർ, നിങ്ങൾക്ക് ഖജാന കിട്ടും. ഒരു ദിവസം നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഖജാനയുടെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഖജനാവ്. മണി, ഇനി നീ ഒന്നും മിണ്ടരുത്. നീ എന്തൊക്കെ പറയുന്നു അതൊക്കെ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങോട്ടേക്കാ ഓടുന്നേ. അവിടെ മമ്മിയുണ്ട്. ഹൈ, പുറത്തേക്കുള്ള വാതിലും അവിടെയാണല്ലോ. ജനൽ വഴി ഓടറാ. അവള് പുറകെ ഉണ്ട്. എവിടെ പോയാലും മമ്മി മുന്നിൽ വരുവാണല്ലോ. ഷേഖ് സാർ, നിങ്ങൾക്ക് എത്ര അമ്മയാ ഉള്ളത്? ഓ, അദ്ദേഹത്തിന് ഒറ്റൊരു മമ്മിയേ ഉള്ളൂ. പക്ഷെ ഈ നാട്ടിൽ ഒരുപാട് മമ്മീസ് ഉണ്ടല്ലോ. അത് ഹബീബി, മുമ്പിലും മമ്മി പുറകിലും മമ്മി. എണ്ണ വിറ്റിട്ട് ഓടിക്കോ. ഹൈ. ബണി, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. അണി, നീ പേടിക്കണ്ട. ഇവിടെ എന്തായാലും ഒരു വെളിച്ചം കാണും. നീ എന്ത് പറഞ്ഞാലും അത് സത്യമായി മാറുന്നു. പക്ഷെ ഇപ്പൊ ഒരു നല്ലത് നടന്നിട്ടുണ്ട്. ഖജനാവ് കിട്ടി. ഹബീബി, ഞാൻ പണക്കാരനായി. ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എണ്ണ വിറ്റ്. എന്താ ഇത്? അങ്ങേർക്ക് എണ്ണ വിറ്റോണ്ട് എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനായി ഖജനാവിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതിന് രണ്ട് തലയെടുത്തെന്ന് പറയുന്നത്. ഖജാന കയ്യിൽ കിട്ടി, പിന്നെ മമ്മിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. എനി ഡൗട്ട്? ഇതുവരെ നമ്മൾ മമ്മിയുടെ അടുത്ത് രക്ഷപ്പെട്ടില്ല. ഇങ്ങോട്ടും വരും. നീ വീണ്ടും അത് തന്നെ പറയുന്നോ? പൂച്ച. പണി, നിന്റെ വായിൽ ഒരു ടേപ്പ് പൊട്ടിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ സത്യമായി മാറുന്നു. അനിയൻകുട്ടാ, നമ്മളിപ്പോ എങ്ങനെയാ രക്ഷപ്പെടുക? ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ചാനൽ പോലും ഇല്ല. എടാ, നീ ഒരു പൂച്ചയാ. അതിന് പൂച്ചയെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാ. പൂച്ച. അത് നിന്നെ കൊണ്ടുപോകും. എണ്ണ വിറ്റ് ഓടിക്കോ. നമ്മൾ അതിനെ എണ്ണ വിൽക്കാൻ സമ്മതിക്കില്ല. ഓടിക്കോ, ഓടിക്കോ. ഇങ്ങോട്ട്, ഇങ്ങോട്ട്.
വിട്ടേക്ക് വിട്ടേക്ക് പ്ലീസ് വിട്. വേണ്ട വേണ്ട വിട്ടേക്ക് വേണ്ട പ്ലീസ് വിട് 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 എന്ത് ചെയ്യല്ലേ വിട് 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 ഞങ്ങളെ വിട്. No, വേണ്ട വിട്ടേക്ക്. ഇതൊക്കെ സ്വപ്നമായിരുന്നു അല്ലേ? സ്വപ്നം അല്ല, സ്വപ്നമല്ല. നീ ശരിക്കും എന്നെ ചവിട്ടി താഴെ ഇട്ടു. അയ്യോ സോറി, സ്വപ്നത്തില് മമ്മി വന്നല്ലോ അതുകൊണ്ട്. അതെയോ? മമ്മിയോ? മമ്മി എന്താ പറഞ്ഞേ? എന്നെ പറ്റി ചോദിച്ചായിരുന്നോ? ഓ എന്റെ മമ്മി അല്ലടാ, പിരമിഡിലെ മമ്മി. ആ ആ മമ്മി എത്ര ഭയങ്കരം വെച്ചാ ആ സ്വപ്നം ആലോചിക്കാൻ പോലും വയ്യ. എനി ഡൗട്ട് എന്ത് സ്വപ്നം? വളരെ വലുതായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ചില സമയം നമ്മൾ സംസാരിക്കുന്നൊക്കെ സത്യമായി മാറും. പക്ഷെ എന്താ സംഭവിച്ചത്? ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോളൂ, ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് നിങ്ങളുടെ എല്ലാരും ജീവിതം രക്ഷിച്ചു. നീ എത്ര നല്ലവനാ. സ്വപ്നത്തിൽ പോലും ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കുമല്ലേ? നീ പറഞ്ഞ ശരിയാ, വളരെ ശരിയാ. അല്ല പിള്ളേരെ, നിങ്ങളെല്ലാരും ഇപ്പോഴെണീറ്റ് പറയൂ കുട്ടികളെ, നമുക്കെല്ലാം ഈജിപ്റ്റ് ചുറ്റിക്കറങ്ങാൻ പോയാലോ? അവിടെ നമുക്ക് എന്തൊക്കെയാ കാണാനുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താ? മമ്മി.